ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൽ വരക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് ഡെക്കറേഷനുമായിട്ടാണ്. നല്ല എലഗൻറ്റ് ലുക്ക് കൊടുക്കുന്ന ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിതാ നല്ല സെറ്റായിട്ടുള്ളൊരു കേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 8 ഇഞ്ച് പാനിൽ ചെയ്തിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ, 1 kg. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 കളേഴ്സും ഇവിടെ എടുത്തിട്ടുണ്ട്, ഗ്രീന് അതുപോലെ പിങ്ക്. അപ്പോൾ അതിൻ്റെ നോസിലൊക്കെ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്, വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തരാം ഏത് നോസിലാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെടിയുടെ ആ ഒരു തണ്ടുണ്ടല്ലോ, തണ്ട് വരക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതിന് നോസിൽ വേണമെന്നില്ല, നമ്മളെ പൈപ്പിംഗ് ബാഗിൻ്റെ അവിടെ അറ്റം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിൽ കാണില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 നമുക്കിങ്ങനെ വരച്ചു കൊടുക്കട്ടെ. എവിടെയൊക്കെയാണോ പൂവ് വരക്കേണ്ടത് അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലവർ വരച്ചു കൊടുക്കണം. നമ്മളെ 100-15 എന്നുള്ള നമ്പറുള്ള നമ്മൾ സൺഫ്ലവർ നോസിൽ വരക്കുമല്ലോ, ആ ഒരു നോസിലായിട്ടാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വലിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ആ സംഭവം വെക്കാനായിട്ട് കേസരം, നമ്മളെ ഫ്ലവറിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ, അത് ചെയ്യാനായിട്ട് ഗ്രാസ് നോസിലുണ്ടല്ലോ, നമ്മളെ പുല്ലിൻ്റെ ഒരു നോസിൽ കുത്തുള്ള, അതിന് പ്രത്യേകിച്ച് നമ്പറൊന്നുമില്ല കേട്ടോ. ആ ഒരു നോസിൽ എടുത്തിട്ട് അതിൽ പർപ്പിൾ കളറാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ലൈൻസ് ആക്കി എടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മളെ സൺഫ്ലവറിൻ്റെ നോസിൽ കൊടുത്തിട്ട് ഓപ്പോസിറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ തീരെ കാണില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് വീഡിയോ സെറ്റാക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ഞാൻ ലാസ്റ്റ് ഇതിൽ നോസിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് സൺഫ്ലവർ നോസിലിൻ്റെത് ആദ്യം ഓപ്പോസിറ്റ് പിടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്തും കൊണ്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഗ്രാസ് നോസിലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. നമ്മളെ ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ആ സംഭവം പുറത്തേക്ക് കാണുന്ന രീതിയിലായിട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് നമ്മളെ സൺഫ്ലവർ നോസിൽ ഓപ്പോസിറ്റ് ഇട്ടാൽ ആദ്യം എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതിന് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം, ഒരുപാട് സ്റ്റിഫായിട്ടുള്ള എടുക്കണ്ട. കാരണം എന്താ, ഇപ്പോൾ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, നല്ല എയർ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രീമിൽക്ക് കളറൊക്കെ ചേർത്ത് പിന്നെ വീഡിയോയിലൊക്കെ കാണിച്ച് ഡെക്കറേഷനൊക്കെ കാണിച്ച് വരുമ്പോഴേക്കും നല്ല എയറൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതാ ഒരു ഫ്ലവർ അത്ര കണ്ട് വൃത്തിയിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വീണ്ടും ഒരിക്കൽ കൂടി നന്നായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ്, ഡെക്കറേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കേക്കാന്ന് കൊളാവും. അപ്പോൾ ഇതാ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഫ്ലവറിനെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ആ നോസിൽ നിങ്ങൾക്ക് കണ്ടാൽ ലാസ്റ്റ് കണ്ടാലും മനസ്സിലാവും അതെങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ ഓപ്പോസിറ്റിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടുത്ത സെയിം കളേഴ്സ് തന്നെയാണ് കേട്ടോ. അത് അധികം എന്താ പറയുക, സ്റ്റിഫ് ആവാത്ത, കുറച്ച് ഇത്തിരി സ്റ്റിഫ് ആണെങ്കിൽ കൂടി ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി കൊടുക്കുക നമ്മൾ ക്രീം. എന്നിട്ട് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്താലും നമുക്ക് ഇതുപോലെ ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സെയിം ഞാൻ ആ ഫ്ലവറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. ഫ്ലവർ ആണോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. സൈഡിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ അവിടെ ഇരുന്ന് സാവധാനം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല. അത് കേക്കിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് സൈഡിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് കുറച്ച് ലൂസായിട്ടുള്ള ക്രീം എടുത്താൽ മതി കേട്ടോ, ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ക്രീം എടുക്കണ്ട, അപ്പോൾ നമുക്ക് വരക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ല സെറ്റായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള കേക്കാണ്, മോർണിംഗിലാണ് ഇതിൻ്റെ ഈ ഒരു ഡെക്കറേഷൻ എടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ 3 ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം നമ്മൾ എന്താ പറയുക, ആ ഒരു നോസിലുണ്ടല്ലോ, ഗ്രാസ് നോസിൽ, അതിലിങ്ങനെ ലൈൻസ് കണ്ടില്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ബോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്. ഇനി അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു സെൻട്രലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കേക്കിൽ കാണാൻ പറ്റണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെക്കറേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നോസിൽ ഇതാണ് ഗ്രാസ് നോസിൽ. ഇങ്ങനെ ഡോട്ട് ആയിട്ടുണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് നമ്പർ കാണാനില്ല കേട്ടോ. അതുപോലെ മറ്റേതും നമ്പർ ഇല്ലാത്തതാണ് ആ പിങ്ക് കളറുള്ളത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ 100-15. ഇതാണ് നമ്മുടെ സൺഫ്ലവർ നോസിൽ കേട്ടോ. സൺഫ്ലവർ ഒക്കെ വരക്കണ നോസിൽ. ഇത് വെച്ചിട്ട് ആദ്യം സ്ട്രൈറ്റ് ആയിട്ടും പിന്നെ ഓപ്പോസിറ്റ് നോസിൽ തിരിച്ച് പിടിച്ചിട്ടുമാണ് ഈ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെ ടുലിപ്പ് ഫ്ലവറാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അതിൻ്റെ കാരണം കൊണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.